അപ്പോഴേ ബിഗ് ബോസിന് ശേഷം ആദിലയും നൂറയും ആയിരുന്നല്ലോ ഇന്നലെ ഇന്നും പ്രധാന വാർത്തകളിലൊന്ന്. പ്രമുഖ ജുവലറി മുതലാളി അദ്ദേഹത്തിന്റെ വീട് കയറി താമസിന് ആദിലയും നൂറയെയും ഗസ്റ്റ് ആയി വിളിക്കുകയും ലെസ്ബിയൻ കപ്പിളായ അവരെ പ്രൊമോട്ട് ചെയ്യുന്നു എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു മര്യാദയില്ലാത്ത അറ്റാക്ക് നേരിട്ടതുമാണല്ലോ സംഭവങ്ങളുടെ തുടക്കം. പക്ഷെ അതിനുശേഷം അദ്ദേഹം ചെയ്തത് വളരെ ചീപ്പായി പോയി. ആദില നൂറമാരെ താൻ ക്ഷണിച്ചിട്ടല്ല വന്നതെന്നും അവരെ ആ ചടങ്ങിൽ സഹകരിപ്പിച്ചതിന് സമൂഹത്തോട് മാപ്പ് ചോദിക്കുന്നുവെന്നും പറഞ്ഞുള്ള അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് മ്ലേച്ഛമെന്നല്ലാതെ എന്ത് പറയാൻ. അദ്ദേഹം ഒന്ന് ഓർക്കേണ്ടത്, സമൂഹത്തോട് മാപ്പ് ചോദിക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്ന് താങ്കളോട് അവരെ കുറ്റം പറഞ്ഞ കുറച്ചുപേർ മാത്രമല്ല സമൂഹം. ആ വിവരമില്ലായ്മയെ സമൂഹമായി താങ്കൾ കാണരുത്. ഈ വീഡിയോ ഒരുപക്ഷെ ഒരിക്കലും അദ്ദേഹത്തിന്റെ കാതുകളിൽ എത്തില്ലായിരിക്കും. എന്നാലും പറയട്ടെ, സാഹചര്യമാണ് താങ്കളെ കൊണ്ട് അതൊക്കെ പറയിപ്പിച്ചതെങ്കിൽ സ്വകാര്യമായെങ്കിലും ആ കുട്ടികളെ വിളിച്ച് തന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമായതുകൊണ്ട് പറ്റിപ്പോയതാണെന്ന് അവരെ ബോധ്യപ്പെടുത്തുക. അതാണ് താങ്കളെ പോലുള്ള ഒരു മനുഷ്യന് ഏറ്റവും നല്ലത്. പക്ഷേ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ പ്രശ്നമല്ല. ട്രാൻസ്ജെൻഡറായും ലെസ്ബിയനായും ബൈസെക്ഷലായും ഗേ ആയും ഒക്കെ ഈ സമൂഹത്തിൽ ജീവിക്കേണ്ടി വരുന്ന ഓരോ വ്യക്തികളെയും സമൂഹം എങ്ങനെ മനസ്സിലാക്കുന്നു എന്നത് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയാണ്. സത്യത്തിൽ ആദിലയെയും നൂറയെയും ബിഗ് ബോസിൽ പങ്കെടുത്തതിനെ കുറിച്ച് അവർക്കെതിരായി വീഡിയോ ചെയ്ത ആളാണ് ഞാൻ. അതൊരിക്കലും അവർ ലെസ്ബിയൻ ആയതുകൊണ്ടല്ല. ബിഗ് ബോസ് പോലെ ഓരോ വ്യക്തിയും ഒറ്റപ്പെടലിലും വ്യത്യസ്ത സാഹചര്യങ്ങളിലും എങ്ങനെ അതിജീവിച്ച് മുന്നേറി വിജയിയാകും എന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു ഷോയിൽ അവർക്കത് ഒരിക്കലും ഒരു അതിജീവനമല്ല, ഒരു ടൂർ പോലെ മാത്രമാണ്. അത് മാത്രമാണ് ഞാൻ ആ വീഡിയോയിലൂടെ ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഇവിടെ വിഷയം തന്നെ വേറെയാണ്. ലെസ്ബിയൻ എന്നോ ട്രാൻസ്ജെൻഡർ എന്നോ പറഞ്ഞാൽ തന്നെ ചിലർക്ക് കലിയിളകും. വീട്ടുകാർ വളർത്തിയതിന്റെ കുഴപ്പമാണെന്നോ പറഞ്ഞു മനസ്സിലാക്കണമായിരുന്നെന്നോ ഒക്കെ ആയിരിക്കും ഇവർക്ക് പറയാനുള്ളത്. സമൂഹത്തിനു വേണ്ടി കുടുംബവും വഴങ്ങേണ്ടി വരികയും ഇത്തരം വ്യക്തികളെ തള്ളി പറയേണ്ടി വരികയും ചെയ്യുന്ന അവസ്ഥ, അത് തന്നെയല്ലേ ആദിലയുടെയും നൂറയുടെയും കാര്യത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കും. ഈ കുറ്റം പറയുന്നവരൊക്കെ മനസ്സിലാക്കേണ്ടത് ആദ്യം നിങ്ങൾ എങ്ങനെ ഇങ്ങനെ ആയി എന്ന് മനസ്സിലാക്കണം. ആണെന്നും പെണ്ണെന്നും പറഞ്ഞ് അഹങ്കരിക്കുമ്പോൾ രൂപം കൊണ്ടോ ലൈംഗികാവയവം കൊണ്ടോ മാത്രം ഒരാൾ പൂർണ്ണമായും ആണോ പെണ്ണോ ആവില്ലെന്നും ശാസ്ത്രീയമായി കൂടി നമ്മുടെ ശരീരം ഒപ്പം ഉണ്ടെങ്കിലേ അതിനൊരു പൂർണ്ണത ഉണ്ടാവൂ എന്ന് മനസ്സിലാക്കണം. അതിലെ ഏറ്റക്കുറച്ചിലുകൾ ഓരോ മനുഷ്യനും വ്യത്യസ്തമായിരിക്കും. സന്തോഷിക്കാനും വിഷമിക്കാനും പേടിക്കാനും സ്നേഹിക്കാനും ഉറങ്ങാനും ഉണരാനും ഒക്കെ നിങ്ങളുടെ ശരീരത്തെ പ്രാപ്തമാക്കുന്നത് നിങ്ങളുടെ ശരീരത്തിലെ വിവിധ സന്ദേശവാഹകരും ഹോർമോണുകളുമാണെന്ന് മനസ്സിലാക്കുക. ഇതിലൊന്ന് വ്യത്യാസപ്പെട്ടാൽ മതി നിങ്ങൾ ഈ പറയുന്ന പൂർണ്ണതയില്ലാത്തവരായി മാറും. എന്ന് വെച്ചാൽ അവർ പൂർണ്ണതയില്ലാത്തവരാണെന്നല്ല, നിങ്ങൾ പറയുന്ന ആണും പെണ്ണും എന്ന പൂർണ്ണതയിലേക്ക് എത്താത്തവരാകും, അത്രമാത്രം. ഓട്ടിസം പോലും നല്ല അടി കൊടുത്ത് മാറ്റണമെന്ന് പറയുന്നവരുള്ള നാടാണ് നമ്മുടേത്. ആണും പെണ്ണുമാണ് നിങ്ങളുടെ ചിന്തകളിൽ പൂർണ്ണതയുള്ളതെന്ന് മനസ്സിലാക്കുന്നെങ്കിൽ ജന്മനാ അവരിലുണ്ടായ ഞാൻ നേരത്തെ പറഞ്ഞ ചില ഏറ്റക്കുറച്ചിലുകളാണ് അവരെയും ഇങ്ങനെ ആക്കിയതെന്ന് മനസ്സിലാക്കുക. അവർ സ്ത്രീ രൂപമായി ജനിക്കുന്നെങ്കിലും ബയോളജിക്കലി ശരീരം അതിന് പര്യാപ്തമായി എല്ലാ സ്ത്രീകളെയും പോലെ ഹോർമോൺ വിന്യാസം അവരുടെ ശരീരത്തിൽ സാധ്യമാക്കുന്നില്ല എന്നതാണ് വാസ്തവം. അല്ലാതെ കഴപ്പ് കയറിയിട്ടാണെന്ന് വിവരക്കേട് പറയുന്നവരോട് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ ജീവിത പങ്കാളിയായി കണ്ട് സെക്ഷൽ ലൈഫ് ഉൾപ്പെടെ ജീവിക്കുന്നതായി സങ്കല്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? പറ്റില്ലല്ലേ? പുച്ഛം തോന്നുന്നുണ്ടോ? കാരണം അങ്ങനെ ഒരു കഴപ്പ് കയറിയതുകൊണ്ട് മാത്രം തീരുമാനിക്കാൻ കഴിയുന്നതല്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. കുറച്ച് തരം താഴ്ന്നെന്നറിയാം, എന്നാലും ഇതിനേക്കാൾ നന്നായി പറഞ്ഞു തരാൻ എനിക്കറിയില്ല. ഈ കുറ്റം പറയുന്നവർ അവരുടെ സമൂഹം അംഗീകരിച്ചിട്ടുള്ള പങ്കാളിയോടൊപ്പം ജീവിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ആ സമൂഹത്തിന്റെ പേരിൽ ഇവരെ ക്രൂശിക്കാൻ ഒരുങ്ങുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത്, നിങ്ങളുടെ തലമുറയിലും ഒരുപക്ഷെ ഇങ്ങനെ ഒരാൾ ഉണ്ടായേക്കാം. അതിന് സമ്പത്തോ സാഹചര്യങ്ങളോ ഒന്നും തടസ്സമല്ല. ശരീരത്തിലെ ശാസ്ത്രീയമായ ചെറിയ വ്യത്യാസം മാത്രം മതി അതിന്. പണ്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു എന്ന് പറഞ്ഞ് വാദിക്കുന്നവരുണ്ട്. സത്യത്തിൽ അതും തെറ്റാണ്. അറിയപ്പെടാത്ത എത്രയോ ജന്മങ്ങൾ സ്വന്തം ശരീരത്തെ പഴിച്ചും തനിക്ക് എന്താണ് പറ്റിയതെന്ന് അറിയപ്പെടാതെയും ജീവിച്ച് തീർന്നിട്ടുണ്ടാവാം. എത്രയോ പേർ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ച് ഒടുവിൽ ഡിവോഴ്സ് ആയവരോ ജീവിതം അവസാനിപ്പിച്ചവരോ ഉണ്ടാകാം. ഇന്ന് ഈ അവസ്ഥയെ തിരിച്ചറിയാനും കുറെ പേരെങ്കിലും ആദിലയെയും നൂറയെയും പോലെ മുന്നോട്ട് വരാനും ഉണ്ടെന്നതാണ് വാസ്തവം. പിന്നെ മറ്റു ചിലർ പറയുന്നത് പോലെ അടുത്ത തലമുറയെ ഉണ്ടാക്കുന്നതാണ് ജീവിത ലക്ഷ്യം എന്നൊന്നുമില്ലല്ലോ. എല്ലാവരും ആദ്യം ഒരു വ്യക്തിയാണ്. അവർ സ്വയം അവരായി ജീവിക്കുന്നതല്ലേ ആദ്യം വേണ്ടത്. പിന്നെ അല്ലേ സമൂഹത്തിനെ ബോധ്യപ്പെടുത്താൻ കുട്ടികളെ സൃഷ്ടിക്കാൻ. അല്ലെങ്കിലും സൃഷ്ടിക്കപ്പെടുന്ന കുട്ടികൾ നല്ലവരായാൽ നാടിന്റെ സ്വന്തവും വഴിപിഴച്ചു പോയാൽ തന്തയുടെയും തള്ളയുടെയും വളർത്തുദോഷവുമാണെന്ന് പറയുന്നതാണല്ലോ സമൂഹത്തിന്റെ വൈബ്. ആദിലയുടെയും നൂറയുടെയും കാര്യത്തിൽ ഏതെങ്കിലും ഒരു ആണിന്റെ പങ്കാളിയായി ജീവിക്കാൻ കിട്ടാത്ത ആണിന്റെ ഒരുതരം തരിപ്പും ഇത്തരത്തിൽ കുറ്റം പറയുന്നവർക്കുണ്ട്. ആദിലയും നൂറയും ഇത്രയും സൗന്ദര്യമുള്ളവരല്ലായിരുന്നെങ്കിൽ അവർക്ക് ഈ കഴപ്പ് കാണില്ലായിരുന്നു. അതും ഒരു വലിയ സത്യമാണ്. പിന്നെ ഇതിനൊപ്പം മതം കൂട്ടിക്കെട്ടുന്ന കുറെ പേരുണ്ട്. ഏത് മതമാണെങ്കിലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. അല്ലാതെ ഇസ്ലാം മതം ആയതുകൊണ്ടാണ് കുഴപ്പമെന്ന് പറയുന്നവർ സ്വന്തം മതം ഇതിനൊക്കെ വിശാല മനസ്കരായി ഉൾക്കൊള്ളുന്നവരാണോ എന്നുകൂടി പറയണം. ആദില നൂറമാരുടെ വ്യക്തി ജീവിതത്തിൽ മതത്തിന്റെ പേരിൽ എന്തെങ്കിലും കരിനിഴൽ വീണിട്ടുള്ളതായി അറിവില്ല. പിന്നെ സമൂഹത്തിന്റെ നിയമങ്ങൾ പറഞ്ഞ് കുറെ എണ്ണം എന്നും വായിട്ടലയ്ക്കാൻ കാണും. കുറെയൊക്കെ അറിവില്ലായ്മയും കുറെയൊക്കെ കുത്തിക്കഴപ്പും എന്നല്ലാതെ എന്ത് പറയാൻ. LGBT കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരെ രണ്ടാം തരക്കാരായി കാണുന്നവരോട് പറയാനുള്ളത്, ഇതൊന്നും അവരാഗ്രഹിച്ചിട്ട് അവരുടെ ജീവിതത്തിൽ ഉടലെടുത്ത പ്രശ്നങ്ങളല്ല, ശരീരത്തിലെ ശാസ്ത്രീയമായ പ്രശ്നങ്ങളാണ്. നമ്മൾ ഈ പൂർണ്ണതയുള്ളവരെന്ന് പറയുന്നവരിൽ നിന്നും അവരുടെ ശരീരത്തിൽ ഉണ്ടായിട്ടുള്ള വ്യത്യാസങ്ങളാണ് അവരെ ഇങ്ങനെ ആക്കിയതെന്ന് മനസ്സിലാക്കുക. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ആണിന് പെണ്ണായി മാറണമെന്ന് ആഗ്രഹിച്ച് മാറാനോ പെണ്ണിനാണാവാനോ
ഒന്നും കഴിയില്ല. ഈ സമൂഹത്തെ വെല്ലുവിളിച്ച് ഒരാൾ വെറുതെ അങ്ങനെ ചെയ്യുമോ എന്ന് സ്വയം ചിന്തിച്ചുകൂടെ? അല്ലെങ്കിലും ഒരാളുടെ ജന്മം കൊണ്ട് ശരീരം ഒരു രൂപത്തിലും ആന്തരികമായ എല്ലാ പ്രവർത്തനങ്ങളും മറ്റൊരു ലിംഗത്തിന്റേതുമായി മാറിയാൽ അതിന് ഉത്തരവാദി അവരാകുന്നത് എങ്ങനെയാണ്? ഒന്ന് ഓർത്തു നോക്കൂ. ഒന്നിലധികം മക്കളുള്ള മാതാപിതാക്കളിൽ ഒരു കുട്ടിക്ക് മാത്രം ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടായാൽ അവരെക്കാൾ അതിന്റെ ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കല്ലേ? അവർ ജനിക്കാൻ കാരണമായ സാഹചര്യമോ അങ്ങേയറ്റം കാലാവസ്ഥ പോലും ഇതിനെയൊക്കെ ബാധിച്ചെന്നിരിക്കാം. പക്ഷേ എങ്ങനെയാണ് അവർ ഉത്തരവാദിയായി മാറുന്നത്? ഏതായാലും പഠനങ്ങൾ നടക്കട്ടെ അല്ലേ? ഇതവർ മനഃപൂർവ്വം ചെയ്യുന്നതല്ല എന്നെങ്കിലും മനസ്സിലാക്കുക. പക്ഷേ ഇത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും അതിജീവിച്ച് ഇവരിൽ ഓരോ വ്യക്തികളും ഈ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് കഴപ്പുകൊണ്ടല്ലെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കണം. മാറ്റി പറയണം. ഇനി ഇതൊക്കെ അറിവില്ലായ്മയാണെന്നാണ് വാദമെങ്കിൽ PhD എടുത്തവരും MBBS ഡോക്ടർ ആയവരും ഒക്കെ ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണെന്നത് വെറുതെ ഒന്ന് ഗൂഗിളിൽ പരതി നോക്കിയാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോ വിദ്യാഭ്യാസം കൊണ്ടോ അറിവ് കൊണ്ടോ ഉപദേശിച്ചത് കൊണ്ടോ മാറ്റാൻ കഴിയുന്നതല്ല ഇവർക്ക് ശാരീരികമായിട്ടുണ്ടായിട്ടുള്ള വ്യതിയാനങ്ങൾ. എല്ലാവരും അത് മനസ്സിലാക്കുന്ന ഒരു കാലം വരട്ടെ. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തൂ. സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ.